തളിക്കുളം പത്താങ്കല് സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്ററിന്റെ നവീനമായ ഹെൽത്ത് കാർഡ് പദ്ധതി മുൻ പാർലമെന്റ് അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. രോഗികളോട് കൂടുതൽ സൗഹൃദവും സാമ്പത്തികമായി പ്രയോജനകരവുമായ ആരോഗ്യ സേവനങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയുടെ തുടക്കം. സ്മാർട്ട് കെയർ ഹെൽത്ത് കാർഡ് പദ്ധതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്ക് മരുന്നുകൾക്കും ലാബ് പരിശോധനകൾക്കും പ്രത്യേക വിലക്കിഴിവുകൾ ലഭ്യമാകും. കൂടാതെ കാർഡ് ഉപയോഗിച്ച് ഓരോ വാങ്ങലിലും പോയിന്റുകൾ സമ്പാദിച്ച് അതിനെ ഭാവിയിൽ സൗജന്യ സേവനങ്ങളിലേക്കും വിലക്കിഴിവുകളിലേക്കും മാറ്റാനുള്ള അവസരവും ലഭിക്കും. സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്ററിന്റെ ഹെൽത്ത് കാർഡ് പദ്ധതി രോഗികൾക്ക് ലഭ്യമാകുന്ന സമഗ്രമായ സേവനങ്ങളുടെ ഒരു പുതിയ അധ്യായമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയ ഈ പദ്ധതിക്ക് ജനപിന്തുണ ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നും ഉദ്ഘാടനം നിർവഹിച്ച ടി എൻ പ്രതാപൻ പറഞ്ഞു. തുടർന്ന് സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാർ ഹെൽത്ത് കാർഡ് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചു. നമ്മുടെ ലക്ഷ്യം ആരോഗ്യം എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ്. ഈ ഹെൽത്ത് കാർഡ് പദ്ധതിയിലൂടെ രോഗികൾക്ക് സൗജന്യ കൺസൾട്ടേഷൻ, മരുന്നുകളിൽ വിലക്കിഴിവ്, ലാബ് പരിശോധനകളിൽ വലിയ തോതിൽ സേവിങ്സ് തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നീ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർമാരും സ്മാർട്ട് കെയർ ടീം അംഗങ്ങളും പ്രാദേശിക ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രധാന ആനുകൂല്യങ്ങൾ: മരുന്നുകൾക്ക് 15% വരെ വിലക്കിഴിവ്, ലാബ് പരിശോധനകൾക്ക് 20% വരെ വിലക്കിഴിവ്, സർജിക്കൽ ഉൽപ്പന്നങ്ങളിൽ 40% വരെ വിലക്കിഴിവ്. കൂടാതെ ഓരോ പർച്ചേസിലും സ്മാർട്ട് പോയിന്റുകൾ സമ്പാദിക്കാം. ഇതിപ്പോ 4.5 മാസമായിട്ടുള്ളൂ. നമ്മളെല്ലാവരും കൂടിയാണ് ഈ സ്ഥാപനം അന്ന് തുടങ്ങി വെച്ചത്. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ച സ്ഥാപനം അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ആശ്വാസവും ഗുണവും ഉള്ള സ്ഥാപനമായി മാറുന്നത്. 4.5 മാസം കൊണ്ട് ഒരു കുറച്ചുകൂടിയും നാട്ടുകാരേറ്റവും പ്രത്യേകിച്ചും അസുഖം വന്ന മരുന്നും ചികിത്സയ്ക്കും പ്രയാസപ്പെടുന്നവർക്ക് സഹായം കൊടുക്കുന്ന രീതിയിലായി മാറി. എല്ലാവർക്കും അറിയാം, ചികിത്സ ഭയങ്കര ചിലവാണ്, മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ്. എന്ത് ലാബിൽ പോയി പരിശോധിക്കാനും ചാർജ് കൂടുതലാണ്. ഗവൺമെൻറ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോലും പലപ്പോഴും ഡോക്ടർമാരും പിന്നെ സൗകര്യം കുറവാണ്. അതായത് നമ്മളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകും. പല പ്രൈവറ്റ് ആശുപത്രികളിലും ചിലവ് കൂടുതലാണ്. അപ്പോഴാണ് ഇങ്ങനെ ചിലവ് കൂടി വരുന്ന കാലത്തും മരുന്ന് വാങ്ങാനും ലാബ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 15% ഇളവ് നൽകിക്കൊണ്ട് ഇന്നൊരു സ്മാർട്ട് കാർഡ് നമ്മുടെ ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. അതൊരു നല്ല സന്ദർഭമാണ്. ഇപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ്, എല്ലാവർക്കും ഇൻഷുറൻസൊന്നും ഇല്ല. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളാണ്. ഇൻഷുറൻസ് ഇല്ലാത്തവരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ. ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ സ്മാർട്ട് കാർഡ് കൊണ്ട് ഇവിടെ വന്ന് മരുന്ന് വാങ്ങിയാലും ഇവിടുത്തെ ലാബിൽ വന്ന് പരിശോധിച്ചാലും ഇളവ് കിട്ടും. അതിനേക്കാൾ കുറച്ചുകൂടി പ്രത്യേകത ഉള്ളത്, ഈ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്ക് വന്നിട്ടും ആ ഇളവിൻ്റെ ആനുകൂല്യം എടുക്കാം. ഒന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും നാട്ടുകാരെല്ലാവരും നമ്മുടെ കുടുംബങ്ങളാണ്, കുടുംബക്കാരാണെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം ഇവിടെ ഒരുക്കിയത്. വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും കുടുംബപരമായി ബന്ധമുള്ളതാണ്. ഈ വാപ്പയായാലും ഉമ്മയായാലും ഇവർ ഓരോരുത്തരെയും നമുക്ക് കുടുംബപരമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബം നടത്തുന്ന ഒരു സ്ഥാപനം പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഈ സ്ഥാപനം. വളരെ സന്തോഷത്തോടു കൂടി നേരം വൈകിയതിന് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. നേരം വൈകിപ്പോയത് വളരെ സന്തോഷത്തോടു കൂടി ഈ സ്മാർട്ട് കാർഡ് ദൈവനാമത്തിൽ കൈമാറുന്നതായി അറിയിക്കുന്നു. ഇതിനോട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം, അതുപോലെ തന്നെ ഞങ്ങൾക്കും ഒരു ഉപകാരം ഉണ്ടാവണം. എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ സ്ഥാപനത്തോടുള്ളത് എല്ലാവരും അറിയണം. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ മേടിക്കുന്ന സർവീസുകൾക്ക് നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, ഡിസ്കൗണ്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ ഈ കാർഡിൽ പോയിൻറ്റ്സും കയറും. അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ റെഡിയാണ്. ഞാൻ തന്നെയാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് കയറും. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതോടൊപ്പം ഈ പോയിൻറ്റ്സും കയറും. ഈ പോയിൻറ്റ്സ് 1000 പോയിൻറ്റ്സ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ടൈപ്പാണ് കൊടുക്കുന്നത്. അത് നമ്മൾ സിൽവർ ആകും. സിൽവർ ആകുമ്പോൾ ഈ 15% വരെ എന്നാണ് പറയുന്നത്. 15% വരെയുള്ള ഡിസ്കൗണ്ട് 20% വരെയുള്ളതാക്കി മാറ്റും. നമ്മൾ 2-3 ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് നമ്മൾ ഇതിനു വേണ്ടി സംസാരിച്ച് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് തരുന്നു. അത് നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നു. അതാണ് ഈ കാർഡ്. മെഡിസിൻ, ലാബ്, പിന്നെ പാക്കേജുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത്. കൺസൾട്ടേഷന് നമ്മൾ ഇപ്പം ഡിസ്കൗണ്ട് കൊടുക്കാനില്ല, കാരണം അത് ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ആ ഫീസ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇല്ല. മെഡിസിനും മറ്റുള്ള
ലാബും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ കാർഡ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കാർഡ് അല്ലെങ്കിലും ഫ്രീ തന്നെയാണ്. മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചാർജ് മേടിക്കും. കാരണം അവരുടെ കൺസൾട്ടേഷനും ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ചാർജ് മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മളിത് ഫ്രീ ഓഫ് കോസ്റ്റാണ് കൊടുക്കുന്നത് ഇപ്പം എല്ലാവർക്കും. പിന്നെ ഇപ്പം ഇന്ന് വരാത്ത വേറെ സാധാ ഇവിടെ വരുന്ന ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയ്ക്കോ അതിന് മുകളിലോ എന്തെങ്കിലും സർവീസ് എടുക്കുമ്പോൾ